ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ വോട്ടിംഗ് ഒക്കെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. പലരും പറയുന്നുണ്ട് പലരുടെ വോട്ടുകൾ ബോട്ടാണ്, പലർക്കും പി ആർ വർക്കുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പി ആർ വർക്കുകൾ ചെയ്യാത്തവർ കുറവായിരിക്കാം. പി ആർ വർക്കുകൾ എന്ന് പറയുന്ന ഒരു കാര്യം സത്യമാണ്. പി ആർ വർക്കുകൾ പല ആൾക്കാർക്കും ഉണ്ട്. അത് ആദ്യം മുതലേ നമുക്കറിയാം. ഇപ്പൊ ചിലർ ചെയ്യുന്ന നെഗറ്റീവുകളൊക്കെ പോസിറ്റീവുകളാക്കും, പോസിറ്റീവുകളൊക്കെ നെഗറ്റീവാക്കും. ഇതൊക്കെയാണ് പി ആർ വർക്കുകളുടെ എല്ലാം മെയിൻ പണി. അതുപോലെ തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് അർജുൻ്റെത്. അർജുന് പി ആർ വർക്കുണ്ട് എന്ന് പറഞ്ഞാണ് കൂടുതൽ പേരും. അതുപോലെ അർജുന് ബോട്ട് വോട്ടുകളുണ്ട്, അങ്ങനെ ബോട്ട് വോട്ടുകൾ കയറ്റിയാണ് അർജുൻ ഇത്രയും മുന്നോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ കാണാനിടയായി. ഫൈനൽ ന്യൂസ് മലയാളം എന്നൊരു ചാനലിലാണ് ആ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ അർജുന്റെ കുറെ ഫ്രണ്ട്സ്, അർജുന്റെ ജിം മാസ്റ്റർ എല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അർജുനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. അത് തന്നെയാണ് ഇവിടെ ഉള്ള അർജുൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം അവന് ഒരുപാട് ഒച്ച ഉണ്ടാക്കാനോ അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അവൻ ആക്ച്വലി ഭയങ്കര കൂൾ മൈൻഡാണ്. അവൻ കുറെ പേര് ഒബ്സർവ് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ആകുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് അർജുൻ ഒരു കൂളായ വ്യക്തിയാണ്. അർജുൻ പെട്ടെന്ന് കയറി കമ്പനി ആകുന്ന ആളല്ല. ഒരാളെ ഒബ്സർവ് ചെയ്തൊക്കെ കമ്പനി ആവുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അത് ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുണ്ട്. അർജുൻ ആണെങ്കിൽ അത്രയ്ക്ക് അർജുനുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അർജുന് താല്പര്യമുള്ളവരോട് മാത്രം അർജുൻ കൂട്ടുകൂടാറുണ്ട്. പക്ഷേ അർജുന്റെ ബോണ്ടിനനുസരിച്ച് വരുന്നവരോട്, അങ്ങനെ തന്നെ ശ്രീധുവിനോടും സിജോയോടും ഒക്കെ കൂട്ടുകൂടിയിട്ടുണ്ട്. അത് നമുക്കറിയാം, കൂളായ വ്യക്തിയാണ്. ഇതേ സ്വഭാവം തന്നെയാണ് അർജുൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലും കാണിച്ചുകൊണ്ടിരുന്നത്. ആള് സൈലന്റും ആയിരുന്നു. തോപ്പിക്കുക എന്ന രീതിയിൽ പി ആർ വർക്കിന്റെ കാര്യം പറയുന്നുണ്ട്. ആകെ പി ആർ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ പി ആർ വർക്കിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് പി ആർ വർക്കുകൾ ചെയ്യുന്നത് ഞങ്ങൾ 2-3-4 ഫ്രണ്ട്സുകൾ മാത്രമാണ് പി ആർ വർക്കുകൾ ചെയ്യുന്നതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അർജുനെ കുറിച്ച് ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് പി ആറുകളാണ്. വോട്ടുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, ബോട്ട് വോട്ടുകളാണ് ഈ കയറുന്നത്. അർജുൻ റിയൽ അല്ല, അർജുൻ ഫേക്ക് ആണ്. അതുപോലെ ജാൻമണിയുടെ കേസുകൾ. ജാൻമണി ആണെങ്കിൽ പറഞ്ഞു എന്റെ 1 വർഷത്തോളം എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അർജുൻ എന്നൊക്കെ പറഞ്ഞൊരു വിവാദമൊക്കെ ഇപ്പോഴും വെളിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വരെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അവരുടെ പി ആർ വർക്കുകൾ നടത്തുന്ന 4 പേരെന്ന് പറയുന്നത് ഈ ജിം മാസ്റ്റർ, അവർ 2-3 പേരുണ്ട്. അവരുടെ സ്നേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് വർക്ക് നടത്തുന്നു. എന്ന് വെച്ചാൽ എല്ലാവരോടും പറയും വോട്ട് ചെയ്യാൻ പറയും. ഇപ്പൊ നമ്മളാണേലും പറയും എല്ലാവരോടും വോട്ട് ചെയ്യണം എന്ന് പറയും. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം യൂസ് ചെയ്യുന്നത് ഇവരാണ്. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. 4 പേരാണ് നോക്കുന്നത്. 4 പേർക്കും ഡ്യൂട്ടി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒന്ന് കയറി ജസ്റ്റ് അവൻ്റെ അക്കൗണ്ട് ഒന്ന് നോക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. എന്നിട്ട് പോലും പി ആർ വർക്കാണ് അതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. എന്നുവെച്ചാൽ ഇവരെല്ലാം വർക്കിന് പോകുന്ന ആൾക്കാരാണ്, ജോലിയുള്ള ആൾക്കാരാണ്. ആ ജോലിക്കിടയിലാണ് നമ്മൾ ഇത് നോക്കുന്നതും അതുപോലെ തന്നെ അർജുന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും എന്ന് അവർ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. എന്നിട്ടും ബോട്ടാണ് കയറുന്നത് അല്ലെങ്കിൽ പി ആർ വർക്കാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് സങ്കടമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്തായാലും ഇവർ പറയുന്നത് ഇവർ കൂട്ടുകാരാണ്, ഇവർ ഫ്രണ്ട്സാണ്. എന്താ കൂട്ടുകാർ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നത് ഇവർക്കാണ്. അപ്പോൾ ഈ പി ആർ വർക്കൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒരു വിഷമം വരുമ്പോൾ അവർ ആ വിഷമമാണ് നേരിട്ട് പറയുന്നത്. അല്ലാതെ ഞാനിവിടെ അർജുനെ വെളുപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലർക്ക് തോന്നാം ഞാൻ ഈ സമയത്ത് വന്ന് വീഡിയോ ചെയ്യുന്ന അർജുനെ വെളുപ്പിക്കാനാണ് എന്ന്. ഒരിക്കലുമല്ല. ഈ കുറെ കാര്യങ്ങൾ വെളിയിൽ നടക്കുന്നു, അതിനുള്ള എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നി ഈ വീഡിയോയിൽ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പി ആർ ആണ്, അല്ലെങ്കിൽ ഞാനും പി ആർ ഏറ്റെടുത്തിരിക്കുകയാണ്, ഞാനും അർജുനെ അനുകൂലിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ വിചാരിക്കുന്നവർക്കാണ് വിചാരിക്കാൻ, കമന്റ് ചെയ്യുന്നവർ കമന്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുറെ സ്ഥലത്ത് പോയി കമന്റ് ചെയ്യും, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പി ആർ വർക്കും കൊടുത്തില്ല. കാരണം അവന്റെ ഫാമിലി അത്രയും ഇതാണ്, അത്രയും പൈസ കൊടുത്തിട്ട്. പിന്നെ പറയുന്നത് അർജുന്റെ ഫാമിലിയെ കുറിച്ചാണ്. അർജുന്റെ ഫാമിലി അത്ര റിച്ച് ഫാമിലി ഒന്നുമല്ല, വലിയ പി ആർ ഒന്നും കൊടുക്കാൻ പറ്റിയ ഫാമിലി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവര് കൂട്ടുകാർ കുറച്ച് പേര് ചേർന്നിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന, അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നതും ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ പ്രേരിപ്പിക്കുന്നതും എല്ലായിടത്തും വിളിച്ച് പറയുന്നതും എല്ലാം. ഇപ്പൊ പറയും അർജുൻ ജയിച്ചു കഴിഞ്ഞ് വെളിയിലേക്ക് വന്നാൽ 50 ലക്ഷം കിട്ടില്ല, അതിനകത്ത് 20 ലക്ഷം പി ആറിന് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അർജുൻ അകത്തിരിക്കുകയാണ്. അർജുന് പോലും അറിയില്ല അർജുൻ ടോപ്പ് 5-ൽ വരുമെന്നുള്ളത്. സത്യമാണ്. അർജുൻ അങ്ങനെ പി ആർ വർക്ക് കൊടുത്തു നിന്ന ആളല്ലെന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടില്ല. അർജുൻ അവിടെ കോംബോ പിടിച്ചു മുന്നോട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. പലരും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് കോംബോ പിടിച്ചാണ് മുന്നോട്ട് വന്നതെന്ന്. പക്ഷെ അത്രയും ഒരുപാട് വാഴകൾ അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേർ ജയിക്കാൻ ചാൻസ് ഉള്ള ഒരുപാടുണ്ട്. അവരെല്ലാം വെളിയിൽ പോയി. അതെല്ലാം അവരവരുടെ ക്യാരക്ടർ കൊണ്ടുപോയതാണ്. പക്ഷെ അർജുൻ അവിടെ രക്ഷപ്പെട്ടു പോയത് അർജുന്റെ ഈ സൈലൻസും, അതുപോലെ അർജുൻ ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നിടത്ത് പ്രതികരിക്കാതിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ശ്രീധുവുമായിട്ട്. അപ്പൊ അത് ജബ്രി കോംബോ വന്നപ്പോൾ ഈ കോംബോ പലരും ഇഷ്ടപ്പെട്ടു വന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന് നിന്ന് പോയതാണ് അർജുൻ. അതായത് അർജുൻ വലിയൊരു ഗെയിമർ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോൾ വന്ന ടോപ്പ് 5-ൽ വരാൻ അർഹനാണ്. ജാൻമണിയുടെ കേസാണെങ്കിലും
ഭയങ്കരമായിട്ട് അവനെ താഴ്ത്തി കെട്ടുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ആളല്ല അർജുൻ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാം. അതാണ് ജാൻമണിയുടെ കേസാണ് ഇപ്പോൾ ചോദിച്ചത്. ജാൻമണിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ജാൻമണിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ജാൻമണിയെ കുറിച്ച് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജാൻമണി മായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളത് വിശ്വസിക്കില്ല. കാരണം അർജുനെ ഞങ്ങൾക്കറിയാം, അർജുൻ അങ്ങനെ ഒരു ആളല്ല. പിന്നെ ഈ മോഡേൺ രംഗത്തൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം എന്ന് അവർ പറയുന്നുള്ളൂ. ഇപ്പം ജാൻമണിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു പുള്ളി യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് തന്നെയല്ല ജാൻമണി ലാസ്റ്റ് പറയുന്നുണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു. ആദ്യം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് പറയുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും അത് തന്നെ ആദ്യമേ ജാൻമണി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, എൻ്റെ ഒരു വർഷത്തോളം എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ബോയ് ഫ്രണ്ട് അല്ല എന്ന് മാറ്റി പറയുന്നുണ്ട്. ഈ ജാൻമണിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജാൻമണിക്ക് ഒരാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായാൽ ജാൻമണി എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടതാണ്. ഒരു ഗ്രഡ്ജ് അല്ലെങ്കിൽ ഒരാളൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തും പറയാം എന്നുള്ളൊരു ക്യാരക്ടറാണ് ജാൻമണിയുടേത്. അത് നമ്മളിപ്പോൾ റീ എൻട്രി ചെയ്തപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ ഒരു ക്യാരക്ടർ. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ അറിയോന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ആസ് എ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ റെസ്പോണ്ട് ചെയ്യാനുള്ളത്? അതുപോലെ തന്നെയാണ് ജാൻമണി വീട്ടിനകത്ത് കയറിയപ്പം ചോദിച്ചതാണ്. ശരിയാണ്, എനിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജാൻമണി ചോദിക്കുന്നത്, എനിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാമോ എന്താണ് എന്ന് ചോദിക്കുന്നത്. അപ്പം ആ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉദ്ദേശിക്കാം ഈ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം ഇവർ തമ്മിൽ. അപ്പൊ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഇപ്പം ഒരു മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ആളാണ്, ചിലപ്പം അർജുൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വർക്കിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും, ഒരു പ്രാവശ്യം വർക്കിന്റെ ആവശ്യം വിളിച്ചാൽ പോലെ 10 പ്രാവശ്യം വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു വർക്ക് ഇപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡിൽ നിൽക്കേണ്ടതേ അറിയത്തുള്ളൂ. നമുക്ക് വർക്ക് ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പെടണം, നമുക്ക് എവിടെയും എത്തണം എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് അതിന് പറ്റിയ ഒരാളെ കിട്ടിയാൽ അല്ലെങ്കിൽ അത്രയും പിടിപാടുള്ള ഒരാളെ കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരണം എന്നൊക്കെ നമ്മളും പറയാറുണ്ട്. പക്ഷെ അതിനെ ആയിരിക്കാം ജാൻമണി ഇതൊരു ബോയ് ഫ്രണ്ട് രീതിയിലേക്ക് തിരിച്ചു വിട്ടത് എന്ന് എനിക്ക് തോന്നുന്നു ചെയ്യുന്നത്. അപ്പം അവൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു 10 പേര്, അവൻ്റെ ഫാമിലി കുറച്ച് പേരും ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരും. അത് തന്നെ, ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്, അർജുന്റെ ഫ്രണ്ട്ഷിപ്പ് വാല്യൂ അറിയാവുന്നതുകൊണ്ടും ഇവർക്ക് അർജുനോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടും ആ വാല്യൂ അറിയുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും പേര് 10 പേര് അർജുന് വേണ്ടി ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. അതുപോലെ അവരുടെ ഫാമിലിയിലെ കുറച്ച് പേരും കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവര് ബോട്ടാണ് അല്ലെങ്കിൽ ഫേക്ക് ആണ്, അർജുൻ ഫേക്ക് ആണ്, അർജുൻ ജാൻമണി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡീഗ്രേഡിങ് ഈ സമയത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളാണെങ്കിൽ, ഇത് പറയുന്നത് ഈ ജാൻമണി പറഞ്ഞത് ഉൾപ്പെടെ എല്ലാം കള്ളത്തരമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ റിയൽ ആയിട്ട് ഇപ്പം നമ്മൾ കാണുകയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് അർജുൻ ഇങ്ങനെ ഒരു ഫേക്ക് കളിച്ചു, അർജുൻ ഫേക്ക് ആണ് എന്ന് നമുക്ക് ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമുക്ക് പറയാം അർജുൻ അവിടെ കളിക്കുന്നത് ഫേക്കാണ്, ചിലപ്പോൾ വെളിയിൽ ഫേക്ക് ആയിരിക്കാമെന്ന്. പക്ഷെ അർജുൻ അവിടെ ഫേക്കായിട്ട് കളിച്ചു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ കണ്ടെടുത്തോളം, ഞാൻ മൊത്തം ഇപ്പൊ 100 ദിവസം ഞാൻ 98 ദിവസം കണ്ടേ, ഞാൻ 98 ദിവസത്തിൽ ഒരു 80 ദിവസത്തോളം ഇത് കണ്ടിട്ടുള്ളൂ. 75-80 ദിവസം മാത്രമേ ഞാൻ ഈ ഷോ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് 50 ദിവസം കഴിഞ്ഞപ്പോഴേ നമ്മളിത് വെറുത്തു. അപ്പൊ പിന്നെ ഇത് കാണണമെന്നില്ലായിരുന്നു, പിന്നെ റിവ്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ കാണുമായിരുന്നു. അങ്ങനെ ഇപ്പൊ 80 ദിവസത്തിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടിങ്സും ഒക്കെ ഈ കൂട്ടുകാരൊക്കെ അയച്ചു തരുന്നതും ഒക്കെയാണ് ഞാൻ കാണുന്നത്. പിന്നെ അത്യാവശ്യം പെട്ടെന്ന് പറയും ലൈവ് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ കയറി ലൈവ് നോക്കി ചെയ്യാറുണ്ട്. ഭാവിയിൽ ഇനിയും മുന്നോട്ട് ഒരുപാട് പോകേണ്ട ഒരാളാണ്. ഈ കപ്പ് കിട്ടുമോ കപ്പ് കിട്ടത്തില്ലയോ എന്നുള്ളതല്ല വിഷയം. അവിടെ ഈ ഒരു വോട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ വിന്നർ ആകുന്ന സ്ഥലത്ത് വേറൊരാൾക്ക് വിന്നർ ആകണമെന്ന് ആഗ്രഹം കാണും, മറ്റൊരാൾക്ക് എല്ലാവർക്കും വിന്നർ ആകണമെന്ന് ആഗ്രഹം കാണും. ആ സമയത്ത് ഡീഗ്രേഡിങ് ഒരുപാടായി കഴിയുമ്പോൾ, അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് സത്യമല്ലാത്തൊരവസ്ഥ വന്നാൽ തിരിച്ച് പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അർജുൻ എത്തരുത് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് സത്യം അല്ലെങ്കിൽ, സത്യമാണെങ്കിൽ ഓക്കെ, അത് പക്ഷേ ഇത് തികച്ചും ഈ ജാൻമണി പറഞ്ഞത് ഉൾപ്പെടെ സത്യമാണെന്ന് തെളിയിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. എല്ലാവരും ജാൻമണി ചെയ്ത വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം ജാൻമണി പറയുന്ന വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ പിന്നിൽ എന്താണ്, അല്ലെ അർജുന്റെ ഭാഗം എന്താണെന്ന് നമുക്കറിയില്ല. അർജുൻ വെളിയിറങ്ങി വന്നാലേ അർജുന്റെ ഭാഗം എന്താണെന്ന് അർജുൻ വിശദീകരിക്കത്തുള്ളൂ. അതുവരെയെങ്കിലും നമുക്ക് ആ കാര്യത്തിൽ ഒരു ക്ഷമയൊക്കെ ഉണ്ടാകാം. പിന്നെ രണ്ടാമത്തെ കാര്യം, വോട്ടുകൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാഷുള്ള വീട്ടിലെയോ റിച്ചായ ആളോ അല്ലെങ്കിൽ വേറൊരു താരത്തിന്റെയോ അല്ലെങ്കിൽ വലിയ ആരുടെയും സപ്പോർട്ടുള്ള ആളോ
ആണ് അർജുൻ എന്ന് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ ഞാൻ ഇത്രയും ചെയ്തത് കൊണ്ട് പലരും പറയാം ഞാൻ PR ആണ്, അർജുൻ്റെ PR ആണ്, ഇപ്പൊ അർജുനെ വെളുപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഈ ലാസ്റ്റ് നിമിഷം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാം. പറഞ്ഞാലും എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം, നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ ആരുടെയും PR എടുത്തിട്ടുമില്ല, ഞാൻ ആർക്കും ഇതുവരെയും വോട്ട് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആർക്കും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. നാളെ ഞാനൊരു വോട്ട് ചെയ്യും, ശനിയും ഞായറും ഞാൻ വോട്ട് ചെയ്യും. 2 വോട്ട് എന്തായാലും ഞാൻ ഈ സീസണിൽ ചെയ്യും. അത് ആർക്കാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതാണ്. ആർക്കും 2 പേർക്ക് ഈ സീസണിൽ വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് PR വർക്ക് എന്ന് പറഞ്ഞ് മെഴുകാൻ ആരും വരണ്ട. എനിക്ക് ശരി എന്ന് തോന്നിയത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അർജുനയെ കുറിച്ച് ഒരുപാട്, അതുപോലെ തന്നെ പലരെയും, ഇപ്പൊ അർജുനെ മാത്രമല്ല ജിൻഡോയെ കുറിച്ച് ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്. ഇതുപോലെ PR ആണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് PR വർക്ക് മിക്ക ആൾക്കാരും PR വർക്ക് ഏറ്റെടുക്കുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്കിത് കണ്ടപ്പോൾ എന്തോ എനിക്ക് ജെന്യുവനായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.